ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിട്ടുണ്ട്. ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. മിനിമം 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇത് അപേക്ഷ അയക്കാം. അപേക്ഷ തുടങ്ങിയിട്ടില്ല, ആദ്യമേ ശ്രദ്ധിക്കുക. പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ ക്രൈറ്റീരിയ, പിന്നെ ഏജ് ലിമിറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പെട്ടെന്ന് എത്തിക്കാം. നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. പറയുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഒരുപാട് പോസ്റ്റുകൾ ഇവിടെ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, ടെലി കമ്മ്യൂണിക്കേഷൻ മെക്കാനിക് ഉണ്ട്, പെർമനൻ്റ് മെക്കാനിക്ക്, ഫാർമസിസ്റ്റ്, LD ക്ലർക്ക് ഉണ്ട്, ഫയർമാൻ, ഫയർ എൻജിൻ ഡ്രൈവർ, വെഹിക്കിൾ മെക്കാനിക്ക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ, ട്രേഡ്സ്മാൻ മേറ്റ് ഉണ്ട്, കുക്ക്, ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത്, LD ക്ലർക്ക് വീണ്ടും വന്നിട്ടുണ്ട്, സ്റ്റോർ കീപ്പർ, ഫയർമാൻ. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ, ഏകദേശം ഇത്രയും പോസ്റ്റുകൾ റിലീസായിട്ടുണ്ട്. അതിൻ്റെ വാക്കൻസികളും കാറ്റഗറി വൈസ് വാക്കൻസിയൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരുപാട് പോസ്റ്റുകൾ, ഇത്രയും പോസ്റ്റുകൾ മൊത്തം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും ഞാൻ പറയാം. ആദ്യം നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. ഫാർമസിസ്റ്റ് പോസ്റ്റ് ആണെങ്കിൽ +2, അതിൻ്റെ കൂടെ ഡിപ്ലോമ ഇൻ ഫാർമസി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ സ്റ്റേറ്റ് ഫാർമസിയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇലക്ട്രീഷ്യനും ടെലി കമ്മ്യൂണിക്കേഷൻ മെക്കാനിക് ആണെങ്കിൽ +2, അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു IT സർട്ടിഫിക്കറ്റ് വേണം പറയുന്ന ട്രേഡിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആംഡ് ഫോഴ്സ് പേഴ്സണൽ എക്സർവിസ്മെനൊക്കെ ആണെങ്കിൽ അപേക്ഷ അയക്കാം. പിന്നെ എൻജിനീയറിംഗ് എക്യുപ്മെൻറ്റ് മെക്കാനിക് ആണെങ്കിൽ +2 വിത്ത് IT സർട്ടിഫിക്കറ്റ് മോട്ടോർ മെക്കാനിക് ട്രേഡിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ എക്സർവിസ്മെൻ ആണെങ്കിലും അപേക്ഷ അയക്കാം. വെഹിക്കിൾ മെക്കാനിക് ആണെങ്കിൽ +2 സർട്ടിഫിക്കറ്റ്, അതിൻ്റെ കൂടെ IT ട്രേഡ് നിങ്ങൾക്ക് ഉണ്ടാകണം. മോട്ടോർ മെക്കാനിക് ട്രേഡ് IT സർട്ടിഫിക്കറ്റ്. ഇല്ലെങ്കിൽ എക്സർവിസ്മെൻ ആണെങ്കിൽ അപേക്ഷ അയക്കാം. അപ്പോൾ എക്സർവിസ്മെന്മാർക്ക് നല്ലൊരു ചാൻസാണ്. ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അവർക്ക് ജസ്റ്റ് എക്സർവിസ്മെൻ ആണെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം. പെർമനൻ്റ് മെക്കാനിക്ക് +2 വിത്ത് IT ട്രേഡ്, ഫിറ്റർ ട്രേഡിൽ IT സർട്ടിഫിക്കറ്റ് വേണം. ഇല്ലെങ്കിൽ എക്സർവിസ്മെൻ ആയാൽ മതി. ഡ്രോട്ട്സ്മാൻ ഗ്രേഡ് 2 ആണെങ്കിൽ 10ാം ക്ലാസ്, അതിൻ്റെ കൂടെ 3 വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലോ ഓർ ഇറ്റ്സ് ഇക്വലൻ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഡ്രോട്ട്സ്മാൻഷിപ്പിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഇല്ലെങ്കിൽ ഇക്വാലൻ്റ് ഉണ്ടായാലും മതി, തതുല്യമായാലും മതി. പിന്നെ എക്സ്പീരിയൻസ്, 3 വർഷത്തെ എക്സ്പീരിയൻസും നിർബന്ധമാണ്. അപ്പോൾ ഡ്രോട്ട്സ്മാൻ ആണെങ്കിൽ 10ാം ക്ലാസ് വിത്ത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഡ്രോട്ട്സ്മാൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാം. പിന്നെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. സ്റ്റെനോഗ്രാഫർ +2 ആണ് ക്വാളിഫിക്കേഷൻ. മറ്റു ക്വാളിഫിക്കേഷനൊന്നും വേണ്ട. സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷേ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ട. ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, +2 മാത്രം മതി. മെഷീനിസ്റ്റ് ആണെങ്കിൽ IT സർട്ടിഫിക്കറ്റ് വേണം. മെഷീനിസ്റ്റ് ഇല്ലെങ്കിൽ ടേണർ, അതുമല്ലെങ്കിൽ മിൽറൈറ്റ്, പ്രെസിഷൻ ഗ്രൈൻഡറിൽ ഏതെങ്കിലും ഒരു IT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാം. ഇല്ലെങ്കിൽ എക്സർവിസ്മെൻ ആയാലും മതി. ഫിറ്ററിലേക്കും ടിൻ ആൻഡ് കോപ്പർ സ്മിത്തിലേക്കും അപ്പോൾസ്റ്ററിലേക്കും മൗൾഡറിലേക്കും വെൽഡറിലേക്കും പിന്നെ വെഹിക്കിൾ മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ സ്കിൽഡ്, ഈ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ IT സർട്ടിഫിക്കറ്റ്, അതാത് ട്രേഡിൽ IT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാം. ഇല്ലെങ്കിൽ എക്സർവിസ്മെൻ ആയാലും മതി. സ്റ്റോർ കീപ്പർ ആണെങ്കിൽ +2 മാത്രം മതി, മറ്റു ക്വാളിഫിക്കേഷനൊന്നും വേണ്ട. LD ക്ലർക്കിലേക്കും +2 മാത്രം മതി. അതിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്, ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് വേണ്ട. സിവിൽ മോട്ടോർ ഡ്രൈവർ ആണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ കൂടെ സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായാലും മതി. 2 വർഷത്തെ എക്സ്പീരിയൻസ്, മോട്ടോർ വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഫയർ എൻജിൻ ഡ്രൈവർ 10ാം ക്ലാസ്, അതിൻ്റെ കൂടെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് ഹെവി വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഫയർമാൻ പോസ്റ്റ് കാണാം, 10ാം ക്ലാസ് മതി. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫയർമാൻ ഡ്യൂട്ടീസ് അതൊന്ന് ജസ്റ്റ് അറിഞ്ഞാൽ മതി. അതായത് മസ്റ്റ് ബി കൺവേഴ്സൻറ്റ് വിത്ത് ദ യൂസ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് എക്സ്റ്റിങ്ക്വിഷേഴ്സ്, ഹോസ് ഫിറ്റിങ്സ്. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഫിസിക്കലി ഫിറ്റ് ആയാൽ മതി. ഈ ഫയർ എഞ്ചിൻ ഡ്രൈവർ, ഫയർമാൻ പോസ്റ്റൊക്കെ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപേക്ഷ അയക്കാം. കുക്ക്
10ാം ക്ലാസ് വിത്ത് കുക്കിംഗ് നോളേജ് ഉണ്ടായിരിക്കുക. ട്രേഡ്സ്മാൻ മേറ്റിലേക്ക് 10ാം ക്ലാസ് മാത്രം മതി. ബാർബറിലേക്കും 10ാം ക്ലാസ് മാത്രം മതി. വാഷർമാനിലേക്ക് 10ാം ക്ലാസ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മിലിറ്ററി സിവിലിയൻ ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ അറിയണം. വാഷർമാൻ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വാഷിംഗ് ആയിരിക്കും ജോബ് ഉണ്ടാവും, അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, മെസ്സഞ്ചർ, സർച്ചർ, ഗാർഡനർ, സഫേവാല, ചൗക്കിദാർ, ബുക്ക് ബൈൻഡർ, ഇത്രയും പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് മാത്രം മതി. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ, ഓരോ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ഏജ് ലിമിറ്റ് ഫയർ എൻജിൻ ഡ്രൈവർ പോസ്റ്റിലേക്ക് മാത്രം 18 മുതൽ 30 ബാക്കി വരുന്ന എല്ലാ പോസ്റ്റിലേക്കും 18 മുതൽ 25 ഏജ് ലിമിറ്റ്. ഇതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, SC STക്കാർക്ക് 5 വർഷം റിലാക്സേഷൻ കിട്ടും വയസ്സിന്. 3 വർഷം OBCക്കാർക്ക് റിലാക്സേഷനും വരുന്നുണ്ട്. പിന്നെ ഫയർമാനിലേക്കും ഫയർ എൻജിൻ ഡ്രൈവറിലേക്കും ഞാൻ പറഞ്ഞു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നുണ്ട്. 165 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ഈ 2 പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കുമ്പോഴും ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 81.5 സെൻറ്റിമീറ്റർ മിനിമം വേണം. 85 സെൻറ്റിമീറ്റർ വരെ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റണം. വെയ്റ്റ് 50 കിലോഗ്രാമാണ് നിങ്ങൾക്ക് മിനിമം വെയ്റ്റ് വേണ്ടത്. ഫിറ്റ്നസ് ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. അതായത് ക്യാരിങ് എ പേഴ്സൺ 63.5 കിലോഗ്രാം ഭാരമുള്ളൊരു ആളെ 183 മീറ്റർ 96 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. പിന്നെ 2.7 മീറ്റർ ലോങ് ജമ്പ്, 3 മീറ്റർ വെർട്ടിക്കൽ റോപ്പ് ക്ലൈമ്പിങ്ങും വരുന്നുണ്ട്. ഇത് ഫയർമാനിലേക്കും ഫയർ എൻജിൻ ഡ്രൈവറിലേക്കും മാത്രമുള്ള ഫിസിക്കൽ ടെസ്റ്റാണ്. മറ്റ് പോസ്റ്റുകളിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല. LDC ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ്, എക്സാമൊക്കെ ഉണ്ടായിരിക്കും. എക്സാം എല്ലാ പോസ്റ്റിലേക്കും വരുന്നുണ്ട്. ഇവിടെ കാണാം റിട്ടൺ എക്സാം OMR ക്വസ്റ്റ്യനാണ്, ഓഫ്ലൈൻ എക്സാമാണ്, അതായത് ഓൺലൈൻ കമ്പ്യൂട്ടർ എക്സാം അല്ല. OMR ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് OMR ക്വസ്റ്റ്യൻസ് 150 മാർക്കിന് എക്സാം ഉണ്ടാവും. 4 ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. 2 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ടൈം കിട്ടുക. അപ്പോൾ എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ കിട്ടില്ല. പലരും കമൻ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡൽഹി, ഗുജറാത്ത്, ജബൽപൂർ തുടങ്ങിയ സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടുക. ആദ്യം എക്സാമാണ്. ഫയർമാനിലേക്കും ഫയർ എൻജിൻ ഡ്രൈവറിലേക്കും ഫിസിക്കൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് ഓൺലൈനായിട്ടല്ല, ഓഫ്ലൈൻ തപാൽ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോമാണ് ഈ കാണുന്നത്. നിങ്ങൾ അപേക്ഷ ഇപ്പം അയക്കേണ്ട, അപേക്ഷ സ്റ്റാർട്ടായിട്ടില്ല. ആപ്ലിക്കേഷൻ ഫോം അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു അപ്ഡേറ്റ് തരാം. ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്ത് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്ത് എങ്ങനെ നിങ്ങൾ തപാൽ വഴി അയക്കണം, അതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ധൈര്യമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപേക്ഷ അയക്കുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത്. പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവരിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.